സാമന്തയുടെ ജീവിതം എന്നും സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കാര്യമാണ്. നാഗചൈതന്യയുമായുള്ള വിവാഹവും വേർപിരിയലും വളരെ നാടകീയമാണെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ പോസിറ്റീവായി പുറത്തെത്തിയ സാമിനെ പ്രേക്ഷകർ ഏറെ സ്നേഹിക്കുന്നുണ്ട്. അതേസമയം തന്നെ മൈസ്റ്റേറ്റീസ് എന്ന രോഗം കുറെ കാലമായി സാമന്തയെ വേട്ടയാടുന്നുണ്ട്. അടുത്തിടെ ഈ രോഗത്തിന്റെ ചികിത്സയ്ക്കായി വലിയൊരു ഇടവേള സിനിമാ രംഗത്ത് നിന്നും സാമന്ത എടുത്തിരുന്നു. എന്നാൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് താരം. ഖുഷിയാണ് അവസാനമായി സാമന്ത അഭിനയിച്ച ചിത്രം. വിജയ് ദേവരകൊണ്ടയാണ് ചിത്രത്തിലെ നായകനായി എത്തിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം വിജയകരമായിരുന്നു. റിലീസുകളിലടക്കം സാമന്ത ഇപ്പോൾ അഭിനയിച്ചു വരുന്നുണ്ട്. അതിനിടെയാണ് പ്രേക്ഷകർ കേൾക്കാൻ കാത്തിരുന്ന ആ വാർത്ത പുറത്തറിഞ്ഞത്. സാമന്ത രണ്ടാമതും വിവാഹിതയായേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. നടിയെ കൊണ്ട് രണ്ടാമതും വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തിയെന്നും നടി ഓക്കെ പറഞ്ഞു എന്നുമാണ് വിവരം. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും നടിയുടെ വിവാഹ കഥകളാണ് ഇപ്പോൾ തെലുങ്കിലെ മാധ്യമങ്ങളിലൂടെ പുറത്തെത്തുന്നത്. നടിയുടെ അടുത്ത ബന്ധുക്കളിൽ ഒരാളെ തന്നെ സാമന്തയ്ക്ക് വരനായി ലഭിച്ചുവെന്നാണ് വിവരം. എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമന്ത രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരികയും നടിയെ വരന്റെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നും വൈകാതെ വിവാഹം നടക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അടുത്തിടെ ഒരു സോഷ്യൽ മീഡിയ Q&A സെക്ഷനിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഉപഭോക്താവിന്റെ ചോദ്യവും അതിന് സാമന്ത നൽകിയ മറുപടിയും വാർത്തയായിരുന്നു. നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നായിരുന്നു ആ ചോദ്യം. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഒരു മോശം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കുമെന്നാണ് ചിരിക്കുന്ന ഇമോജിയോടെ സാമന്ത നൽകിയ മറുപടി. വിവാഹമോചന നിരക്ക് സംബന്ധിച്ച കണക്കുകളും സാമന്ത ഈ മറുപടിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു.